അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാതെ വന്ന നല്ല അടിപൊളി മഴയാണ്. മഴ തോരുന്ന ലക്ഷണേ ഇല്ല. ഈ വെള്ളം തെച്ചും റോഡ് വഴി ഒഴുകി വരുന്നതാണ്. അപ്പുറത്തെ സൈഡ് കൃഷിസ്ഥലമായതുകൊണ്ട് ഈ പുല്ലിലേക്ക്, ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടി നട്ടിരിക്കുന്ന പുല്ലാണ്, ഇതിലേക്ക് കൊത്തി വിടണം. ഇതിലൂടെ നടുക്കൂടെ ഒരു കനാൽ പോകുന്നുണ്ട്. ആ കനാലിലൂടെ ഒഴുകി പൊക്കോളുമല്ലോ. പെട്ടെന്ന് ഇത് കൊത്തി വിട്ടിട്ടില്ലെങ്കിൽ ഈ വെള്ളം തെച്ച് നമ്മുടെ കൃഷിയിലേക്ക് പോകും. പിന്നെ ഇപ്പം നട്ടിരിക്കുന്ന കപ്പ, മഞ്ഞൾ, ഇഞ്ചി ഒക്കെ നാശമാവും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെള്ളം വകഞ്ഞു വിടൽ ഒരു ടാസ്ക് ആയിരുന്നു. ഇത് കഴിഞ്ഞ് നേരെ അപ്പുറത്തും അതിലൂടെയും ആ വെള്ളം പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ, നമ്മൾ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കൃഷിയുണ്ട്. നമ്മളെ കോഴീനൊക്കെ വെച്ചേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങോട്ട് വകഞ്ഞു വിട്ടു. പിന്നെ നേരെ കപ്പയിലേക്ക് പോയി. കണ്ടത്തിലാണ് ഇട്ടിരിക്കുന്ന കപ്പയൊക്കെ. അപ്പോൾ അവിടെ ചെറിയ ചെറിയ പണികൾ, അവിടെ നിന്നൊരു ചെറിയൊരു തോടൊഴുകി വരുന്നുണ്ട്. അത് കുറച്ച് ബ്ലോക്ക് ആവുന്നുണ്ട്. അതിനൊക്കെ കളയണം. ആ കാടൊക്കെ നമുക്ക് വയക്കി കൃഷിയിടാനുള്ളതാണ്. കുട്ടികൾ കളിക്കുന്നുണ്ട്, വേക്കുന്നത്. അത് നല്ല അരങ്ങാണ്. ഇത് നമ്മുടെ പൂവൻ മഴയത്ത് എൻജോയ് ചെയ്യലാണ്. ഇവിടെ വെള്ളം കയറുന്നത്, ആ കനാലിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം ഈ പുല്ലിലാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുക. ആ കനാൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഇനി അതും ക്ലിയർ ചെയ്യണം. അത് എന്തെങ്കിലും പൈപ്പിന് ബ്ലോക്ക് വന്നിട്ടുണ്ടാവും. ആ ക്ലിയർ ചെയ്യാൻ വന്നപ്പം ഓസിന് 2-3 തേങ്ങ കെട്ടിയിട്ടുണ്ട്. ആ തേങ്ങയും തോണ്ടി എടുത്തിട്ട് നൈസായിട്ട് ഇനി ആ കനാലിൽ, വെള്ളം കെട്ടിക്കിടക്കുന്ന കനാലിന് വഴിയൊരുക്കി വിടണം. ഇവിടെ ഒരു 1.5 ആളുടെ ആഴമുണ്ട് കേട്ടോ. 1.5 ആളുടെ ആഴമുണ്ട്. ഞാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളും കൂടി നിൽക്കണം. അത്രയും ഹൈറ്റിനുണ്ട്. അത്രയും ഇത് ഈ തിട്ടിനുള്ള പുല്ലാണ് ഈ മേലെ കാണുന്നത്. ബാക്കിയൊക്കെ താഴെയാണ്. നല്ല വെള്ളമാണ് അവിടെ വന്നിരിക്കുന്നത്. ആ തൂമ്പ് മുഴുവനായിട്ട് താഴെ പോകുന്നുണ്ട്. ഒരുവിധം ക്ലിയർ ആയോ നോക്കാം. നമുക്കിത് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ മതി. വെള്ളം സ്ലോ ആയിട്ട് തന്നെയാണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ അവർ പോരാ. അത് നേരെ ഒഴുകി പോകുന്നത് പുഴയിലേക്കാണ്. തൽക്കാലം ഇപ്പോൾ അത്രയും വെച്ചു പൊക്കോളൂ. ഇനി മഴ കുറയുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പം വരില്ല. എന്തായാലും